ഹലോ, ഞാനിപ്പോൾ എങ്ങോട്ടാ പോണേന്ന് എനിക്കറിയാവോ? ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുമയായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ആ കാത് കുത്താനും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത് കേട്ടോ. അപ്പോൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഞാനിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്നെ അമ്മ മാലയൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണും പൊട്ടൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടിരിക്കുകയാണ്. പക്ഷെ കാത് കുത്താൻ എന്നെ കൊണ്ടുപോകണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എനിക്ക് വന്ന് പാലൊക്കെ തന്നു. എനിക്ക് കുഞ്ഞ് ഹെയർ ബാൻഡൊക്കെ വെച്ച് തന്നു. അപ്പോഴത്തേക്കും എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാനിങ്ങനെ അമ്മയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങി ഞാനിങ്ങനെ പോവുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ മോട്ടോർ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോണതിൻ്റെ ഇടയ്ക്ക് പിന്നെ എനിക്ക് വിശന്നപ്പോൾ അമ്മ കുറച്ചുകൂടെ പാലൊക്കെ എനിക്ക് തന്നു. ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പോണ വഴിക്ക് കുറേ കാഴ്ചകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാഴ്ചയൊക്കെ കാണുന്നത്. വലിയ വലിയ ബസ്സും കാറും ജീപ്പും ഒക്കെ ഞാൻ കണ്ടു. ഇതൊക്കെ ഞാനിങ്ങനെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് കുറേ കഴിഞ്ഞപ്പോൾ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഏകദേശം ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അച്ഛനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് കുറേ ആൾക്കാരുണ്ട്. കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണ കണ്ടു. അപ്പം ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് കുറേ ചേച്ചിമാർ മാസ്ക് വെച്ചൊക്കെ നടക്കണ്ടായിരുന്നു. എന്നെപ്പോലുള്ള കുറേ പിള്ളേർ അവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ, പനിയും ചുമയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് 10ാമത്തെ ടോക്കണായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ. കാത് കുത്താൻ പക്ഷേ എനിക്ക് പറ്റിയില്ല, കാരണം ഡോക്ടറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാത് കുത്താൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വേദന എടുത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ചിക്കിങ്ങിലൊക്കെ കയറി. ആ പോകുന്ന വഴിക്ക് ഞാൻ ബസ്സും വലിയ ലോറിയൊക്കെ കണ്ടു. ചിക്കിങ്ങൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ. ഇതിന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വീട്ടിലെത്തി. ഓക്കെ, ബൈ ബൈ.